കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു കേരള സ്റ്റോറി 2 ട്രെയിലർ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതേപോലെ ആരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ഒരു ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ ആളെ കൂട്ടുന്ന രീതി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ഈ വെടക്കാക്കി തനിക്കാക്കൽ എന്ന് പറയുന്ന ഒരു പണിയുണ്ടല്ലോ, അത് ഗംഭീരമായി നടക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സും രാഷ്ട്രീയവും ഒക്കെ തന്നെ. ബിസിനസ്സിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഇപ്പം ഒരു കഷണ്ടി ആയതുകൊണ്ട് എന്തിന് ഞാൻ ഒരു ഭർത്താവിനെ വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞുള്ള പരസ്യമൊക്കെ നിങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമാണ്, അതൊരു സൗന്ദര്യമല്ല എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മളിൽ ആദ്യം ഉണ്ടാക്കുകയും അതിനുശേഷം അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഹെയർ ഫിക്സിംഗ് സ്ഥാപനങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബിസിനസ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അത്തരത്തിൽ മനുഷ്യൻ്റെ ഭയമോ അല്ലെങ്കിൽ അവനിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടക്കുന്നത്. വയറ് കൂടുതലാണ്, വണ്ണം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രെഡ്മില്ലുകളും ഹെൽത്ത് ക്ലബ്ബുകളും ജിമ്മുകളും അതുപോലെ പ്രോട്ടീൻ പൗഡറുകളും ഒക്കെ തന്നെ വിറ്റുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും സൗന്ദര്യ മത്സരങ്ങൾ തന്നെ ഇന്ത്യയിൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ സൗന്ദര്യ സങ്കല്പവും ബോധവും ഒക്കെ തന്നെ മാറ്റി തീർത്തുകൊണ്ട് അത് സിനിമകൾ ഉപയോഗിച്ച് സിക്സ് പാക്കുകളൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് നമ്മുടെ വയറ് തന്നെ എന്തോ മോശമാണെന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് വളർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അത് കോടിക്കണക്കിന് രൂപയുടെ മറ്റു പല പ്രൊഡക്റ്റുകളും വിറ്റഴിക്കാനുള്ള ബിസിനസ്സാണ്. ഹെൽത്ത് ക്ലബ്ബുകൾ മുതൽ ട്രെഡ്മില്ലുകൾ മുതൽ 10,000 കോടി രൂപയുടെ ട്രെഡ്മില്ലാണ് ഇന്ത്യയിൽ വിറ്റഴിയുന്നത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഇനി ഇത് കൂടാതെ അതിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് നമ്മുടെ കയ്യിൽ ഘടിപ്പിച്ചാൽ എത്ര കിലോമീറ്റർ നടന്നു എന്നറിയാം, എത്ര കലോറി ബേൺ ചെയ്തു എന്നറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാച്ച് വരെ, ഞാൻ പറഞ്ഞ ട്രെഡ്മില്ല് മുതൽ ഇത്തരത്തിലുള്ള വാച്ചുകൾ വരെ. ഇത് കൂടാതെ നമുക്കെല്ലാം അറിയാലോ, അതായത് വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം, കറുത്തതെന്തോ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മൾ ലോകം മുഴുവൻ ഉണ്ടാക്കുകയും അതിലൂടെ ഏതാണ്ട് പ്രതിമാസം തന്നെ 28,000 കോടി രൂപയുടെയൊക്കെ ഫേസ് ക്രീമുകൾ, വെളുക്കാനുള്ള ക്രീമുകളൊക്കെ തന്നെ വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സാധാരണ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഗ്രീൻ ടീ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല പരിപാടികളും നടത്തുന്നത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കിക്കൊണ്ടാണ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലക്സുകൾ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ പെട്ടെന്ന് ശരിയാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ശരിയാണെന്ന് തോന്നും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ അളിയൻ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അപ്പൂപ്പൻ, ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വ്യാജ പരാതിയിൽ നിന്നും അകലെയാണ്. കാരണം അവരുടെ ജയിലിലേക്കുള്ള ദൂരമെന്നാണ്. അതായത് ഒരു വ്യാജ പരാതി ആർക്കെതിരെ കൊടുക്കുക ഉടനെ തന്നെ അവർ ജയിലിലാകുമെന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, വാഹ എത്ര ശരിയാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഭയം ഉണ്ടാവും. ദൈവമേ, ഏതെങ്കിലും സ്ത്രീകൾ, മോശമായിട്ടുള്ള സ്ത്രീകൾ ഇവർക്കെതിരെ പരാതി കൊടുത്താൽ നമ്മുടെ അച്ഛനോ ഭർത്താവോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആങ്ങളെയോ ഒക്കെ തന്നെ ജയിലിലായി പോകൂലേ എന്നൊക്കെ ഭയം തോന്നും. എല്ലാ നിയമത്തിനും അതിൻ്റെതായ കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ദീപയുടെ ഒരു വ്യാജ പരാതിയിൽ നിന്നും അകലെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ജയിൽവാസം എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒന്ന് ജയിലിൽ പോയിട്ട് വന്നേ ഉള്ളൂ, 10-15 ദിവസം കിടന്ന് ക്ഷീണിച്ചിട്ടൊക്കെ വന്നു. പക്ഷേ ഏതെങ്കിലും ഭാര്യ കൊണ്ടുപോയിട്ട് ഒരു ഗാർഹിക പീഡന പ്രകാരം ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഭർത്താവും ജയിലിലാവും. കാരണം ആ നിയമം അങ്ങനെയാണ്. അത് നമ്മൾ ആരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നമ്മൾ ജയിലിലാവും, നമ്മുടെ പേരെഴുതി വെച്ചാൽ നമ്മൾ കാരണമാണെന്ന് എഴുതി വെച്ചാൽ. അപ്പോൾ ഏത് നിയമവും ദുരുപയോഗിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് രാഹുൽ ഈശ്വറിനോട് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്, രാഹുൽ ഈശ്വർ, നിങ്ങൾ ഈ പറയുന്ന പോലെ ദീപയുടെ ഒരു വ്യാജ പരാതിയിൽ നിന്നും വളരെ കുറഞ്ഞ അകലം മാത്രമേ നിങ്ങൾക്ക് ജയിലിലേക്കുള്ളൂ, അതുകൊണ്ട് കല്യാണം കഴിക്കാതെ ജീവിക്കണമെന്ന് ആരെങ്കിലും പറയൂ? അപ്പോൾ അത്തരത്തിലുള്ള വിദണ്ഡ വാദങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. ഇതേപോലെ തന്നെ ഒരു പദ്ധതിയാണ് രാഷ്ട്രീയത്തിലുള്ളത്. ഒരു അപരവൽക്കരണം നടത്തി ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ഒരു വിദ്വേഷം നടത്തിക്കൊണ്ട് അവരൊക്കെ തന്നെ എന്തോ മോശക്കാരാണെന്നുള്ള ധാരണ വരുത്തി തീർക്കുക. അങ്ങനെ ധാരണ വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. കാരണം അവരെ ഭയന്നുകൊണ്ടുള്ള വലിയ കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാസയടക്കം മറ്റു പല ആളുകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. ആ കൺസോൾട്ടേഷൻ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഗുണകരമാണ്. ആ ഗുണകരമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്രൊപ്പഗാൻഡ സിനിമകളും ഒക്കെ തന്നെ വരാറുണ്ട്. അതിപ്പോൾ ചില സീരിയലുകളിൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, പെൻഷൻ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ സീരിയൽ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല, അതാണ് ഞാൻ പറയാതിരുന്നത്. അത് CPM-ൻ്റെ പ്രചരണമാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടോ. എത്രത്തോളം സത്യമാണെന്നറിയില്ല. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ പ്രചരണം എന്ന് പറയുന്നത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തുകൊണ്ട്
യഥാർത്ഥത്തിൽ ആ സിനിമ മോശമായിട്ട് എടുക്കപ്പെട്ടൊരു സിനിമയല്ല, നന്നായിട്ടൊക്കെ കുഴപ്പമില്ലാതെ എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ കണ്ടാൽ പെട്ടെന്ന് ആർക്കും ഭയം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ പെങ്ങളൊക്കെ സുരക്ഷിതരല്ല. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെററിസ്റ്റുകൾ, ഭീകരന്മാർ ഒക്കെ തന്നെ വന്ന് എന്ത് ചെയ്യും, ഇവരെ മതം മാറ്റും, പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. അതിന് ട്രെയിലറിൽ പറഞ്ഞിരുന്നത് 32,000-ഓളം പേര് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ISIS കൊണ്ടുപോയെന്നാണ്. പക്ഷെ സിനിമയിൽ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് സിനിമയിൽ 1, 2, 3 പേരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു ലവ് ജിഹാദ് ഉണ്ടെന്നും അതുവഴി ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ചില ആളുകൾ ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ താലിബാനിൽ, ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ താലിബാനിലുള്ളതിനേക്കാൾ കൂടുതൽ താലിബാൻ അനുകൂലികൾ കേരളത്തിലുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് പലപ്പോഴും അത്തരത്തിൽ അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുത്തേക്കാണ്. പക്ഷെ ആ മൈൻഡ് സെറ്റിലേക്ക് കൂടുതൽ ആളെ കൂട്ടാൻ മാത്രമേ ഇത്തരത്തിലുള്ള കേരള സ്റ്റോറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപകരിക്കുള്ളൂ. കാരണം ഒരു സമുദായത്തിലെ 1, 2, 3 പേരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതെല്ലാം തന്നെ ഈ പറയുന്ന ഒരു സമുദായത്തിന്റെ പുറത്തേക്ക് ചാർത്തി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഹിന്ദുക്കളിലും നിരവധി പേര് മോശക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ക്രിസ്ത്യൻസിലുണ്ട്, പാഴ്സിയിലുണ്ട്, സിഖുകാരിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരു സമുദായത്തിനെ മൊത്തമായി ചാർത്തി കൊടുക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. പക്ഷെ അത്തരത്തിലാണ് ആദ്യത്തെ കേരള സ്റ്റോറി ഇറങ്ങിയത്. അതിൻ്റെ അജണ്ട എന്താണെന്ന് നമുക്കറിയാം. കാരണം വളരെ കൃത്യമായിട്ട് ഒരു പ്രോ സംഘപരിവാർ അജണ്ടയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് എടുക്കാൻ നിൽക്കുന്നതിന് 2 മാസം മുമ്പ് അതിൻ്റെ 2ാമത്തെ പതിപ്പ് കൂടി വന്നിരിക്കുന്നു. ആ 2ാമത്തെ പതിപ്പ് വന്നതിൽ കാണിക്കുന്ന ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, അതിൽ എനിക്ക് വേണം കേരള സ്റ്റോറിനേക്കാൾ തീവ്രമായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. നമ്മളെ ഭയപ്പെടുന്ന രംഗങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരാളോട് ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും പേടി തോന്നുന്ന രീതിയിലാണ് അതെല്ലാം കാണിച്ചേക്കുന്നത്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ കേരള സ്റ്റോറി എടുത്ത് അവരുടെ പെൺകുട്ടികളെ കാണിക്കുകയും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ബിഷപ്പ് തന്നെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തെ യഥാർത്ഥത്തിൽ വിഭജിക്കാൻ വേണ്ടി ഇത് വലിയ തോതിൽ സഹായിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കുറച്ചും കൂടി മാരകമായിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത് വരുന്നത്. അതിൽ കാണിക്കുന്ന പല രംഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, ടോർച്ചർ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ. അങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് സ്ത്രീകളെ എന്ത് ചെയ്യാം, മതം മാറ്റാമെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കും. ടോർച്ചർ ചെയ്തിട്ട് എങ്ങനെയാണ് മതം മാറ്റുന്നത്? പേടിപ്പിച്ച് ഭയപ്പെടുത്തി മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ പോയി ഇനി 500 പേരെയും കൂടി മതം മാറ്റിയും കൂടി കൊണ്ടുവരും? എനിക്കറിയില്ല. ഇനി ഇത് ട്രെയിലർ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് നമുക്ക് മുഴുവൻ അഭിപ്രായം പറയാം. ഇതിപ്പോൾ കുറച്ചൊരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള അഭിപ്രായമാണ്, കാരണം ട്രെയിലർ മാത്രമേ ഉണ്ടല്ലോ. ഇനി ഇതിലെ പറയുന്ന മറ്റൊരു രംഗമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചാലും എന്താണ്, ഞങ്ങൾ എത്ര വിശന്ന് മരിച്ചാലും ശരി ഞാൻ ബീഫ് കഴിക്കില്ല എന്നൊരു പെൺകുട്ടി പറയുകയും 2-3 പേർ ഈ പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തി നിറക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കൊതിയായിട്ട് പോയായിരുന്നു. കാരണം അതിൽ ട്രോളുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബീഫ് ഒറ്റക്ക് കൊടുത്തുകൊണ്ടാണ്, കാരണം പഴംപൊരിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇല്ലാതെ ഞാൻ ബീഫ് കഴിക്കില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ വിദണ്ഡവാദങ്ങളൊക്കെ കേരളത്തിൽ എന്തായാലും ചിലവാകാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇവന്മാരെന്ത് പൊട്ടന്മാരാണെന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കാതെ പോകരുത്, മഹാഭൂരിപക്ഷം പേർക്ക് ഇത് മനസ്സിലാവും. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ, നിരന്തരമായി ഇത് കേൾക്കേണ്ടി വരുമ്പോൾ ഭയമുണ്ടാകുന്ന ആളുകളുമൊക്കെ കേരളത്തിലുണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു മണ്ണൊരുക്കൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വാടക കൊടുക്കാൻ പറ്റില്ല, ഓഫീസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് കേരള സ്റ്റോറി വരുന്നത്. അതിൻ്റെ ഒപ്പമാണ് കേരള സ്റ്റോറി 2 വരുന്നത്. ഈ 2 ഒക്കെ തന്നെ നിരന്തരമായി, ഇനി കേരള സ്റ്റോറി 3ഉം 4ഉം ഒക്കെ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോറികളൊക്കെ നിരന്തരമായി വരുമ്പോൾ ഇതിനെ പൊളിച്ചെടുക്കാനുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ബദൽ പ്രചരണങ്ങൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ അതെല്ലാം തന്നെ ആളുകൾ പറയുന്ന പോലെ ഇതൊന്നും ജനം വിശ്വസിക്കില്ല, പൂർണ്ണമായിട്ട് തള്ളിക്കളയോ എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ തന്നെ പതുക്കെ ആളുകളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, തറക്കും, ആഞ്ഞ് കയറും. പിന്നീട് ഒരു കലാപം ഉണ്ടാകാനായിട്ട് അധിക നാൾ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇതിനത്ര നിഷ്കളങ്കമായി നിസാരമായിട്ടും ട്രോളുകളിലൂടെയും ചിരിച്ചു തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതൊരു വലിയ പ്രചരണമാണ്. ആദ്യം നമ്മളിത് കേൾക്കുമ്പോൾ മഹാഭൂരിപക്ഷം പേരും ബുദ്ധിയുള്ളവരൊക്കെ ചിരിക്കും. പിന്നെ അടുത്ത വരുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇവർ ഇതുമായിട്ട് കണക്ട് ചെയ്യും, ഇതൊക്കെ ശരിയായിരുന്നു എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ 10 വട്ടമോ 500 വട്ടമോ അവരുടെ ഗീബൽസിയൻ തന്ത്രം പോലെ 5000 വട്ടം ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടാകാമെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ചെറിയൊരു ശരിയെങ്കിലും നമ്മൾ കണ്ടെത്തും. പിന്നെ ഇത് വളരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമായി കേരള സ്റ്റോറി 2 കൂടി എത്തുന്നു എന്ന് പറയുന്ന ഒരു അപകടം കൂടി
നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ നിന്നത്. അതിന് വളം വെച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ എക്സ്ട്രീം നിലപാടുകൾ ഉള്ളവരിൽ നിന്നുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇവരെ ആശ്വസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.